ബുഹ്താനി നൗഷാദിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. കേരള യാത്ര എന്നുള്ള ഒരു ആശയം തന്നെ വരാറുള്ളത് എപ്പോ എന്നുള്ളതാണ് ബുഹ്താനി പറയുന്നത്. കേരള യാത്ര നടത്തുന്നതിൻ്റെ മുന്നോടിയായിക്കൊണ്ട് അത് നടത്താനുള്ള കാരണങ്ങൾ ബുഹ്താനി വിശദീകരിക്കുന്നുണ്ട്. ബുഹ്താനിൻ്റെ വിശദീകരണം നമുക്ക് കേട്ടു നോക്കുക. വല്ലാതെ പരിക്ക് പറ്റി സാധനം നശിച്ചു എന്ന് ഉറപ്പിക്കുന്ന ഘട്ടത്തിലാണ് പലപ്പോഴും കേരള യാത്ര എന്ന ആശയം തന്നെ വരല്. ഇവന്റെ കണ്ടുപിടുത്തം വല്ലാത്തൊരു കണ്ടുപിടുത്താട്ടോ. ആകെ പരിക്ക് പറ്റി ആകെ നശിക്കുമ്പോഴാണ് കേരള യാത്ര എന്നുള്ള ഒരു കാര്യം തന്നെ വരാറുള്ളത്. ഇനി വരട്ടെ. ആദ്യം നടത്തിയത് 2 പറയുന്നുണ്ട്, ഒന്ന് കേട്ടു നോക്കുക. ആദ്യത്തെ 2 യാത്ര നടത്തിയപ്പോൾ നമ്മൾ കൂടെ ഉണ്ടല്ലോ. എന്താ ഇത് കൂടെ ഉണ്ടായിരുന്നു എന്നല്ലാതെ എനിക്ക് എവിടെയും കേരള യാത്രയിൽ ചാൻസ് കിട്ടിയിട്ടില്ല. പൊന്നാരൻ ഊഷാതെ ഒപ്പം കൊണ്ടുപോയിട്ടും കൂടിയില്ല. ഇതൊന്ന് വിടുവണ്ടി ആയിരുന്നു അതിന്റെ അടിസ്ഥാന കാരണം. ആദ്യ സമയത്ത് നമ്മളെ ചുവന്ന കുന്നിലൊക്കെ മാന്തിയ ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ മൗലവി. അയാളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എൻ്റെ വലം കൈയായ മൗലവീൻ അഥവാ ചേകനൂർ മൗലവിയാണല്ലേ പറയണേ. ഇന്നത്തെ ചേകനൂർ ഇജ്ജാണേ, ഇത് മനസ്സിലാക്കണ്ടേ. വന്നു, കേസുകൾ വന്നു, പല രൂപത്തിലും നേതാവിനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ അതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ തിരിച്ച് അവിടെ ഒരു ആളുകൾക്കിടയിൽ ഒരു ഉന്മേഷം ഉണ്ടാക്കിയെടുക്കാനാണ് ആദ്യത്തെ കേരള യാത്ര നടത്തുന്നത്. അതായിരുന്നു അതിന്റെ കാരണം. വേറെയുണ്ടാവും, അതിന്റെ ഒരു കാരണം അതാണ്. ആദ്യത്തെ കേരള യാത്ര നടത്തിയപ്പോഴത്തെ കാരണം കിട്ടിയില്ല നിങ്ങൾക്ക്. ചേകനൂര് വധക്കേസുമായിക്കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങളും മറ്റും വന്നപ്പോൾ അതിൽ നിന്ന് ജനങ്ങളെ ശ്രദ്ധ ഇതിലേക്ക് തെറ്റിക്കാൻ വേണ്ടിക്കൊണ്ടാണ് കേരള ആദ്യത്തെ നടത്തിയത്. വേറെയും കാരണങ്ങളുണ്ടാവും, അതിലൊരു കാരണം ഇതാണ്. ഒരു മനുഷ്യ അതപ്പതിച്ചാൽ ഉലായിക കൽ അൻആം അല്ലേ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഉലായിക കൽ അൻആം, ആട് മാട് ഒട്ടകങ്ങളെ പോലെയാണ്. ബൽഹും അദല്ല് എന്നല്ല, അതിനേക്കാൾ അപ്പുറത്ത് വല്ലതെന്തുണ്ടെങ്കിലുണ്ടോ അതാണ്. അതിൻ്റെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെയാണ് എന്ന് ഖുർആൻ പറഞ്ഞു. ആ ഒരു സ്ഥലം എന്നെ സംബന്ധിച്ചാണെന്നാ മനസ്സിലാണത്. രണ്ടാമത് എന്തിനാ നടത്തിയത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഷഅർ മുബാറക്കാണെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അതിന്റെ പേരിൽ പിരിവുകൾ നടത്തുകയും ചെയ്തു. എങ്ങനെ രണ്ടാമത്തെ കേരള യാത്ര നടത്തിയതിന്റെ രംഗം കിട്ടിയില്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅറാണെന്ന് പറഞ്ഞ് കൊണ്ടുവരികയും അതിന്റെ പേരിൽ പിരിവ് നടത്തുകയും ചെയ്തു. ഇനി എന്താന്ന് പറയണത്, ബാക്കി എന്താ പറയണെന്നോ അതും കൂടി ഒന്ന് നമുക്ക് കേട്ടു നോക്കുക. എല്ലാവരും അതിനെതിരെ രംഗത്ത് വന്ന് സാമൂഹികമായി വലിയ തകർച്ച ഉണ്ടായി എന്ന് അവർ തന്നെ വിലയിരുത്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേൾക്കുന്നില്ലേ? എല്ലാവരും അതിന് എതിരെ രംഗത്ത് വന്ന് അതിന് വലിയ തകർച്ചയുണ്ടാക്കി. ആ വിഷയവുമായി കൊണ്ട് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകളും ഷഅർ മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരറ്റം മുതൽ, കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇവനും ഇവൻ്റെ സിംഗിടികളുമായ 1-2 ആളുകളും കൂടിയിട്ടായിരുന്നു ഓടിയിരുന്നത്. സത്യത്തിൽ ഇവരോട് എത്ര പറഞ്ഞിട്ടും നിന്നിരുന്നില്ല. കാരണം ചങ്ങായിമാരെ പറഞ്ഞത് ജനങ്ങൾക്ക് അത്യാവശ്യം തിരിഞ്ഞാൽ പിന്നെ അതുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് നടക്കണോ? നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കയറാലോ. എത്ര ദീനീപരമായി കൊണ്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇപ്പം പറഞ്ഞുകൊണ്ട് എടുക്കണ മാതിരി തന്നെ ഇങ്ങനെ ആദർശ മുന്നേറ്റം എന്ന് പറഞ്ഞാണ്ട് പിന്നെ ബോർഡും വെച്ചുകാണ്ട് അങ്ങനെ കണകുണ തൊള്ളി തോന്നിയത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് എടുക്കുകയാണല്ലോ. എന്നതുപോലെ പറഞ്ഞുകൊണ്ട് നടന്നപ്പോഴാണ് പിന്നെയും പേരോട് ഉസ്താദ് ഇടപെട്ട് മോനെ നിർത്തിക്കളാ, മതി എൻ്റെ ഒലക്കാൻ, ഇജ്ജ് മതി നിർത്തിക്കളാ എന്ന് പേരോട് ഉസ്താദ് പറഞ്ഞപ്പോൾ പിന്നെ പേരോട് ഉസ്താദിനും അതാണ് ഈ പേരോട് ഉസ്താദിനോട് ഇത്ര വെറുപ്പ്. ഇവൻ ഈ പേരോട് ഉസ്താദിനെ കണ്ടുകൂടാതെ വരുന്നത് അതാണ്. പേരോട് ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയൊരു വലിയാണ്. ശരിക്ക് കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ്ഞ നിങ്ങളെ കൽഭാഗമെന്നോവറും. ഈ നൗഷാദിൻ്റെ കുഫ്രിയത്തിൻ്റെ വാദങ്ങൾ ഇവൻ ഇത്രമാത്രം മതപ്പതിച്ചവനാണ് എന്ന്
മൗലാന പേരോട് ഉസ്താദ് 2009 കാലങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഇവനിക്ക് എന്ത് ചെയ്തിരുന്നു, ഓരോ ഘട്ടങ്ങളിലായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഓരോ പടിപടിയായിട്ട് ഇവനിക്ക് പരിപാടികൾ വളരെ ചുരുക്കാനുള്ള കാരണം ഇവൻ പറയുക ഇതേമാതിരി ഇങ്ങോട്ട് വെല്ലുവിളിക്കും. ആരെ വെല്ലുവിളിക്കുന്നത്? മരിച്ചുപോയ പണ്ഡിതന്മാരെ വരെ വെല്ലുവിളിക്കും. അക്കോലത്തിലാണ് ആ മരിച്ചുപോയ പണ്ഡിതന്മാരെ വരെ ഇപ്പം വെല്ലുവിളിക്കാൻ തയ്യാറാ. ഓനൊരു ബേജാറും പേടില്ല. അപ്പം ഇത് ഒരു ശരിയായ രൂപമല്ലല്ലോ. നമ്മൾ സുന്നത്തമായത്തിനല്ലേ നടക്കുന്നത്. അപ്പം അതൊരു ശരിയായ രൂപമല്ല എന്നുള്ളത് അന്ന് SYSൻ്റെ പ്രസിഡൻ്റായ പൊന്മള ഉസ്താദും SYSൻ്റെ ജനറൽ സെക്രട്ടറിയായ പേരോട് ഉസ്താദും തീരുമാനിച്ചു. ഇവനോട് താൽക്കാലിക ആ വിഷയത്തിലൊന്നും മിണ്ടാതിരിക്കാൻ പറയും, വല്ല സ്റ്റേജും കെട്ടിയ വയലു പറയാൻ പറയും എന്നുള്ള ഇടത്തേക്ക് എത്തിയപ്പോൾ അവർ പിന്നെ ശരിയല്ലാതായി ഇവന്. പിന്നെ ഇപ്പോൾ അവൻ കൊണ്ടേ വണ്ടി കൊണ്ട് നടന്നിരുന്ന ഷെയർ മുബാറക്ക് അതും ഇപ്പോൾ ഇവൻ്റെ കണക്കിന് ശരിയല്ല. ഇവൻ്റെ കണക്കിന് ഇപ്പോൾ അതൊന്നും ശരിയല്ല. എന്ത് മനുഷ്യനെ കുച്ചെങ്ങായിന്ന് റബ്ബല്ലാലമീനായ തമ്പുരാനെ, മലിക്കുൽ ജബ്ബാറായ റബ്ബെ, കോജരാജാവെ, കുതിരവട്ടം കണ്ടോലെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ വണ്ടൂരും അതിന്റെ അപ്പുറത്തൊക്കെ ഉള്ള ആള് പറയലെന്താ, ഈ വിവാദം കൊണ്ട് 50 കൊല്ലം നമ്മൾ പിന്നോട്ട് പോയി, 100 കൊല്ലം പിന്നോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ പോലെ 100 കൊല്ലം ഒന്നും ആയിട്ടല്ല. അപ്പൊ ഇവന്റെ സംസാരം ശരിക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് ഇവന്റെ ഈ മുന്നിലിരിക്കുന്ന കുഞ്ഞാടുകളൊന്ന് പ്രത്യേകിച്ച് മനസ്സിലാക്കി ഈ മോയന്തിന്റെ മുന്നിൽ കുത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ. അന്ന് അങ്ങനെ നമ്മക്ക് വന്ന അവരെ ഭാഷ അന്ന് അങ്ങനെയായിരുന്നു. സാമൂഹികമായി വന്ന അവരുടെ ഭാഷ അന്ന് അങ്ങനെയാണെങ്കിൽ ഇന്ന് പുതിയൊരു ഭാഷ ഒന്നുമില്ല. അന്നും ഇന്നും എപ്പോഴും അങ്ങനത്തെ ഭാഷ തന്നെയാണ്, മനസ്സിലാക്കിയാൽ മതി. ഒരു അന്തരീക്ഷ മലിനം അത് രക്ഷപ്പെടുത്താനാണ് രണ്ടാമത്തെ കേരള യാത്ര. ഇവന്റെ ഇസ്തിംബാത്ത് കേട്ടില്ലെങ്കിൽ ഒന്നാമത്തെ കേരള യാത്ര നടത്തിയത് അന്ന് ചേകനൂര് വധക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിനാണ്. രണ്ടാമത്തെ കേരള യാത്ര നടത്തിയത് ഷെയർ മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ നടന്നപ്പോൾ അതിനെ മായ്ച്ചെടുക്കാൻ വേണ്ടിക്കൊണ്ടാണ് ഇവൻ്റെ ഇസ്തിംബാത്ത് കേട്ടോ. ഇനി മൂന്നാമത്തെ കേരള യാത്ര എന്താണെന്നിപ്പം പറയണമെന്ന് കേട്ടു നോക്കാം നമുക്ക്. ഏതായാലും ഇവൻ്റെ ഇസ്തിംബാത്ത് വല്ലാത്തൊരു കണ്ടുപിടുത്ത. അതാ തല വെയിലൊള്ളിച്ചരുത്, തല വെയിലൊള്ളിച്ചരുത് എൻ്റെ മോനെ. വലിയൊരു കെട്ടുണ്ടല്ലോ, അപ്പം വല്ലാതെ വെയിൽ കൊള്ളൂല്ല. അതിനൊരു പൊതുവായ വിഷയം വെച്ചു കൊടുക്കും, എന്നാലാണ് രാഷ്ട്രീയക്കാരൊക്കെ വന്ന് 4 മധു പറയുള്ളൂ. പൊന്നാരെ കുട്ടിയെ, രാഷ്ട്രീയക്കാര് എവിടെ വരാത്തത്? വിളിക്കാതെ ഇങ്ങോട്ട് വരികയാണ്. നിങ്ങൾ എവിടെയാണ് കേരള യാത്ര എവിടെ എത്തിക്കണതാ ചോദിക്കണത്. ഓരോ രാഷ്ട്രീയക്കാർ കേരള യാത്ര എവിടെ എത്തിക്കണത്? ഞങ്ങൾ വരുന്നത് പൂച്ചണ്ടുമായി കൊണ്ടാണ് സ്റ്റേജിലേക്ക് ഓരോ രാഷ്ട്രീയ തമ്പുരാക്കന്മാർ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ അടുത്തേക്കും ഖലീൽ തങ്ങളടുത്തേക്കും അതുപോലെ തന്നെ മൗലാന പേരോട് ഉസ്താദിൻ്റെ അടുക്കലേക്കും കയറി വരുന്നതിൻ്റെ മോനെ അനക്ക് കണ്ടിട്ട് കണ്ണ് കടി വല്ലാത്ത കടി തന്നെയാണില്ലേ. ഇത് എത്ര കടിച്ചിട്ടും കാര്യമില്ല, അവിടെ മാന്തി ചൊറിഞ്ഞ് കുത്തിരുന്നോ. എന്നാ നീ മൂന്നാമത്തെ ഒന്ന് പറയാം. മൂന്നാമത്തെ കേരള യാത്ര എന്തിനാ നടത്തുന്നത്? ഇപ്പോ മൂന്നാമത്തെ കേരള യാത്ര എന്തിനാ നടത്തുന്നത്? ഇപ്പോൾ എന്നോട് ചോദിച്ചെങ്കിലേ പോയി കിട്ടുള്ളൂ. എന്നോട് ചോദിച്ചിട്ടല്ലേ ഇപ്പോൾ ഇതൊക്കെ തുടങ്ങണത്. അത് ഇവർ ഈ കേരള യാത്ര ആസൂത്രണം ചെയ്യുന്ന മീറ്റിംഗിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ പറയുന്നുണ്ട്. മൂന്നാമത്തെ കേരള യാത്ര നടത്തുന്നതിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ തന്നെ അത് പറയുന്നുണ്ട്. അത് ഇവന് വിവരം കൊടുത്തിക്കണേ. ഇവനോട് പറഞ്ഞിരുന്നത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇജിഞ്ഞ് എവിടെയെങ്കിലൊക്കെ പറയണമെങ്കിൽ പറഞ്ഞു. കാര്യമായിട്ടുള്ള ആൾക്കാർ ഇതിന്ന് ഓന് വിവരം കൊടുക്കാണ്ടെന്നല്ലേ പറഞ്ഞത്? അതായിരിക്കും. പറയാം. അതിൽ പറയുന്നു, ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ എണ്ണുന്നുണ്ട്. ആദ്യത്തെ നമ്മുടെ യാത്ര വ്യക്തിപരമായി വന്ന ആരോപണത്തിന്റെ പേരിലാണ്. രണ്ടാമത്തത് സാമൂഹികമായി നമ്മൾ ഒന്നിച്ചു നേരിട്ട ഒരു പ്രശ്നത്തിന്റെ പേരിലാണ്. ഇന്ന് നമ്മൾ ആദർശപരമായി തകർന്നു എന്ന് പൊതുവായി വിലയിരുത്തപ്പെടുകയാണ്. അതിൽ പറയണ മീറ്റിങ്ങിന്റെ കൃത്യമായ രേഖ വേണം കിട്ടിയിക്കണേ. ആദ്യത്തെ കേരള യാത്ര നടത്തിയത് നമ്മൾ വ്യക്തിപരമായി കൊണ്ടുള്ള ആരോപണത്തിൻ്റെ പേരിൽ, രണ്ടാമത്തെ കേരള യാത്ര നടത്തിയത് നമുക്ക് ഒന്നിച്ചു വന്ന ആരോപണത്തിൻ്റെ പേരിൽ, മൂന്നാമത്തെ കേരള യാത്ര നടത്തുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ ആശയം കൊണ്ട് തകർന്നു എന്ന് തോന്നുന്നു, അതിൻ്റെ പേരിലാണ്. ശരിക്കും വ്യക്തമായിട്ട് ഇവന് റിപ്പോർട്ട് ഇങ്ങോട്ട് കൊടുക്കുകയാണ്. ഞൊല്ലോ വല്ലാത്തൊരു ഇവൻ്റെ ഈ ബുദ്ധി ഉണ്ടല്ലോ, വെറും കുരുട്ട
കുരുട്ട് ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇത്തരം ഒരു കുരുട്ട് ബുദ്ധി ഈ ഇബിലീസിനും കൂടി ഉണ്ടാവില്ല. എൻ്റെ മാർക്കത്തെ കുരുട്ട് ബുദ്ധി ഇബിലീസും കൂടി തോറ്റു പോകും. അതുകൊണ്ട് നമ്മൾ ആദർശപരമായി സുന്നികളാണ് എന്ന് തെളിയിക്കാനാണ് ഈ യാത്ര. ഈ യാത്ര ഏറ്റവും പ്രധാനമാണെന്നൊക്കെ ഇസ്തിരിയിട്ട വാക്കുകളിൽ പറയുന്നത് കാണുന്നുണ്ട്. അതിനാണ് ഇപ്പത്തെ യാത്രയിലൊക്കെ തറാവീഹിന്റെ എണ്ണവും ഖുതുബയുടെ ഭാഷയും വഹാബിയോട് ബന്ധം പാടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഇവര് തീരുമാനിച്ചിട്ടുള്ളത്. ഇവരെപ്പോഴാ പൊന്നാര മോനെ നൗഷാദേ ബുഹ്താനി, എൻ്റെ ഉമ്മാനെ കെട്ടിച്ചിനീൻ്റെ മുന്നേ അഥവാ എൻ്റെ വാപ്പമ്മാനെ കല്യാണം കഴിക്കുന്നതിൻ്റെ മുമ്പ് സുന്നത്ത് ജമാഅത്ത് തറാവി 20 എന്നും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടും പുത്തനാശയക്കാരോട് യാതൊരു ബന്ധമില്ല എന്നും പറയൽ തുടത്തിയിട്ട് കാലങ്ങൾ കുറച്ചായി AP ഉസ്താദ്. ആ AP ഉസ്താദ് വിശ്രമിക്കലോട് കൂടെയാണ് എല്ലാവരും ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതാ മൗലാന പേരോട് ഉസ്താദ് വരുന്നത്. സുബ്ഹാന ജല്ല ജലാലു. എല്ലായിടങ്ങളിലും ഗണന നടത്തിക്കൊണ്ട് മുജാഹിദിനെ ഇരുത്തിയിട്ടാണ് മൗലാന പേരോട് ഉസ്താദ് ഒതുങ്ങിയിട്ടുള്ളൂ. മനസ്സിലായ എനിക്ക്? എന്നിട്ട് ആദ്യത്തെ കേരള യാത്ര നടത്തിയപ്പോൾ എവിടെയും ചങ്ങായിയെ മീസാൻ ഒതേക്കാരം. എന്നിട്ട് അതിലുണ്ടായിരുന്നു. അങ്ങോട്ട് ഡയലോഗ് പറയുന്നത് കേട്ടാൽ ഭയങ്കര സംഭവമായിട്ട് ഇങ്ങനെ പറയാം. ഇതിങ്ങനെ ആൾക്കാരിങ്ങനെ അന്തം വിട്ട് കാണാമോ എന്തുകളിങ്ങനെ കേട്ടു തിരിക്കുകയാണല്ലോ. എന്താ ഈ ചങ്ങായി പറയണമെന്ന് ഒന്ന് ചിന്തിച്ചൂടെ ചങ്ങായിമാരെ? നിങ്ങൾക്ക് പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് 94 വയസ്സായിട്ടും ഇതാ കേരളത്തിൻ്റെ ഒരു തല മുതൽ മറ്റേ തല വരെ ഓടിക്കൊണ്ട് നടക്കുന്നത് ജനങ്ങൾക്കൊപ്പം, ജനങ്ങൾക്ക് വേണ്ടിക്കൊണ്ട്, അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വേണ്ടിക്കൊണ്ട് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ സാന്ത്വന പ്രവർത്തനങ്ങളുടെ പ്രചരണം അത് മുന്നോട്ട് പോകണം. അതിന് വേണ്ടിക്കൊണ്ട് ഒരാളും ഇവിടെ അന്നം കിട്ടാതെ മരിച്ചുകൂടാ, പാർപ്പിടമില്ലാതെ മരിച്ചുകൂടാ, അങ്ങനെ പ്രയാസപ്പെട്ടുകൂടാ എന്നുള്ള ഒറ്റ ചിന്തയിലൂടെയാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ് അവറുകൾ കേരള യാത്ര നടത്തുന്നത്.